ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തട്ടുകട സ്റ്റൈൽ ഗ്രീൻ പീസ് എഗ് മസാല എങ്ങനെ തയ്യാറാക്കുക എന്നുള്ള റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇതിനായി നമുക്ക് വേണ്ടത് ഗ്രീൻ പീസാണ്. 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഗ്രീൻ പീസ്. അതൊരു ഒരു കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞത് ആണ്. പിന്നെ വേണ്ടത് 2 പച്ചമുളകാണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, മല്ലിച്ചപ്പ്, ഒരു ചെറിയ തക്കാളി, പിന്നെ 3 മുട്ട. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഗ്രീൻ പീസ് എഗ് മസാല ഉണ്ടാക്കാൻ വേണ്ടത്. ഗ്രീൻ പീസ് ആദ്യം വേവിക്കണം. അതിനായി ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് ഗ്രീൻ പീസ് ഇടുക. ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തതുകൊണ്ട് നമുക്കൊരു 4 വിസിൽ മതിയാവും വേവിക്കാൻ. ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് വേവാൻ ആവശ്യമായ ഉപ്പ്, ഗ്രീൻ പീസിലേക്കുള്ള ഉപ്പ് ഇടുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 4 വിസിൽ വേവിക്കണം. ഗ്രീൻ പീസ് വേവിച്ചെടുത്തു കേട്ടോ. ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ചു. എണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ മതി. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടു. ഈ കടുക് ഒന്ന് പൊട്ടട്ടെ. എന്നിട്ട് നമുക്ക് ഉള്ളി ഇട്ട് വഴറ്റണം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇടാം. ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞത് ഉള്ളി. ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വഴന്നൊരു ഗോൾഡൻ കളർ ആവണം. ഉള്ളി ഒന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകാണ് ഞാൻ ഇവിടെ എടുത്തത്. നന്നായി വഴറ്റിയെടുക്കണം. ഗോൾഡൻ കളർ ആവണം. ഇതിങ്ങനെ ഇളക്കി നമ്മളിങ്ങനെ വഴറ്റിയെടുക്കാം. അല്ലെങ്കിൽ അടച്ചു വെച്ചാലും മതി. ഉപ്പിട്ടോണ്ട് പെട്ടെന്ന് ആവാൻ വേണ്ടി അടച്ചു വെച്ചാൽ മതി. പക്ഷെ പെട്ടെന്ന് കരിഞ്ഞു പോയാലോന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ ചതച്ചതാണ്. എന്നിട്ട് ഒന്നും കൂടി ഇളക്കാം. ഇഞ്ചി വെളുത്തുള്ളിന്റെ ആ പച്ച മണം ഒന്ന് പോകണം വഴന്നിട്ട്. ഉള്ളി ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളർ ആവണ്ട, ഒന്ന് ലൈറ്റ് കളർ ആയിട്ടുണ്ട്. ഓവറായിട്ട് വേവിക്കണം. ഉള്ളി വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ഗോൾഡൻ കളർ പോലെ ആയി. ഇനി ഇതിലേക്ക് മസാലകളാണ് ഇടുന്നത്. 2 പച്ചമുളക്, എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഓൾറെഡി എരിവുണ്ടാവും. അതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മാത്രമാണ് മുളകും പൊടി ഇടുന്നത്. ഗ്രീൻ പീസിൽ മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നു. പക്ഷെ ഞാൻ ഉള്ളിയിലേക്കും ഇത്തിരി ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ, 1/4 വേണ്ട മഞ്ഞൾപ്പൊടി. ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ഇടുന്നത്. ഗരം മസാല ആണെങ്കിൽ ചിക്കൻ മസാല ആയാലും മതി. പിന്നെ കുറച്ച്
കുരുമുളക് പൊടിച്ചത്. പച്ചമുളക് ഇട്ടുകൊണ്ട് എരിവുണ്ടാവും. അപ്പം നോക്കിയിട്ട് ചെയ്താൽ മതി. കുരുമുളകൊക്കെ ഇടുമ്പോൾ കൂടുതൽ ഇടണ്ട. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മളുടെ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ് ഇടാം. പിന്നെ വേവിച്ച് വെച്ച ഗ്രീൻ പീസും നന്നായിട്ട് യോജിപ്പിക്കുക. നന്നായി യോജിപ്പിച്ചതിന് ശേഷം തക്കാളി ഇടുക. തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. തക്കാളി ആ ചൂടിൽ തന്നെ കിടന്നിട്ട് വെന്തോളും. ഇനി നമുക്കിതൊന്ന് അരുവിലേക്ക് മാറ്റി വെച്ച് ഈ സെന്ററിലേക്ക് സ്പേസിലാക്കാം. ഇനി ഇവിടെയാണ് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കേണ്ടത്. ഇത് നടുവിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. എല്ലാം ഇതും കൂടി മിക്സ് ആക്കാം. ഇനി നമുക്ക് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഗ്രീൻ പീസ് വേവിക്കുമ്പോഴും ഉള്ളി വാട്ടുമ്പോഴും ഉപ്പ് ഇട്ടിരുന്നു. അപ്പോൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. ഞാനിപ്പോൾ നോക്കി ഉപ്പ് പാകമാണ്. നന്നായി യോജിപ്പിച്ചു. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. നമ്മുടെ ഗ്രീൻ പീസ് എഗ് മസാല റെഡിയായി ഇവിടെ. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മൾ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി അതിൻ്റെ മുകളിൽ കുറച്ച് അരിഞ്ഞു വെച്ച ഉള്ളി നമുക്ക് ആ ഉള്ളി ഇങ്ങനെ കഴിക്കുമ്പോൾ കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെ ഗ്രീൻ പീസ് എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബീച്ചിലൊക്കെ പോയി നമുക്ക് കഴിക്കാൻ കിട്ടും. അതേ ഒരു ടേസ്റ്റിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്യാം. Thanks for watching this video.